അതാണ് ചില സമയത്ത് ചെടികളൊക്കെ കുഴിച്ചിടാനും, അവരെ സംരക്ഷിക്കാനും, അവരെ നട്ട് വളർത്താനും, അതിൻ്റെ വളർച്ച നോക്കാനും ഒക്കെ തോന്നും. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഇന്ന് ഒരു ഒഴിവ് ദിവസമാണ്. പതിവ് പോലെ ഞാനും മക്കളും കൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രഞ്ജുവേട്ടനും കൂടെ ഉണ്ട്. അപ്പം അയൽവാസിയായ ഉസ്മാൻക പറഞ്ഞതുപോലെ എന്താ പറയുക, കുറച്ച് ദിവസം ഇനി എന്നെ മുറ്റത്ത് തന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെടികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറ്റത്ത് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ മുൻഭാഗത്ത് സപ്പോട്ട മരത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു ചവലയൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു സൈഡിൽ നമ്മൾക്ക് ചെറുതായിട്ടൊരു പൂന്തോട്ടം ആക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രഞ്ജുവേട്ടനും കൂടിയിട്ട് ഈ നമ്മുടെ ഒരു തൈ ഉണ്ടായിരുന്നു, തൈയിൻ്റെ തടം എല്ലാം ഒന്ന് മണ്ണിട്ടിട്ട് ലെവൽ ചെയ്ത് ആ ഒരു ഭാഗത്ത് നമ്മുടെ ഷിബിച്ചിൻ്റെ അർബാന കൊണ്ടുവന്നിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ മണ്ണൊക്കെ കൊണ്ട് തട്ടി ഒന്ന് വൃത്തിയാക്കി തട്ടി കൊടുത്തിട്ട് ഇനി പുല്ല് മുളയ്ക്കുകയാണെങ്കിൽ തന്നെ പറിക്കാനും എളുപ്പമാണ്. അപ്പോൾ ആമിക്കുട്ടിയും ഞങ്ങളെ കൂടെ ഈ ഒരു കാര്യത്തിലൊക്കെ കൂടുന്നുണ്ട്. ഇപ്പം ഞങ്ങളിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ അവളും ഇതിനെല്ലാം കൂട്ടത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർബാന നിറയെ വലിയ ചെടികളാണ് ഇന്ന് നമുക്ക് നട്ട് വെക്കാനുള്ളത്. പല കണക്കുകൂട്ടലുമായിട്ടാണ് ഇന്നലെ രാത്രിയെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കിടന്നത്. അപ്പം രാവിലെ തന്നെ തുടങ്ങിയ പണികളാണ്. ഒരു ദിവസം ഫുൾ ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു. സാറ്റർഡേ ആണ് ഞങ്ങൾ ചെയ്യുന്നത്, സൺഡേ അല്ല കേട്ടോ. അപ്പം സാറ്റർഡേ ചെയ്തിട്ടുണ്ടെങ്കിൽ സൺഡേ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ പീസ് ലില്ലീൻ്റെ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഹെലിക്കോണിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബോർഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കിട്ടുന്ന സമയത്ത് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഈ ചെടികളൊക്കെ എനിക്ക് തന്നത് ആരാന്നും ആ ചെടി തന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം മക്കളൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നല്ല ക്ലീനാക്കി മണ്ണിട്ടിട്ട് ഓരോ തൈകളും വെച്ച് നടുകയാണ്. ഏകദേശം നിങ്ങൾക്ക് വെളിച്ചം കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം നല്ല ഉച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചെടി നടുന്നത് വട്ടാണോ എന്നുള്ളതിന് ചെറിയൊരു സംശയമാണ്. പക്ഷേ ഞങ്ങൾ ഒഴിവ് ദിവസം നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് മഴ വരും, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കില്ല വെയിലാണ് അതിപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു തണലിലെ ഭാഗം നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പീസ് ലില്ലീൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം വെച്ച് പിടിപ്പിച്ച് അതെല്ലാം കൂടിയിട്ട് ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മോനും എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് ചെടികളൊക്കെ നമുക്ക് റീപോർട്ട് ചെയ്യാനുണ്ട്. നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റി നടണം, കുറച്ച് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം ഇതിലെ വലിയ മൺചട്ടിയിലേക്ക് നമ്മൾ കുറേ ചെടികളൊക്കെ മാറ്റുന്നുണ്ട്. മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും ഇത് ഒരു ഹോബിയായിട്ട് മാറും. മൈൻഡിന് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് ചെടി നടുക എന്നുള്ള